നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു ജീവിതം നേടുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ നിങ്ങളുടെ കടഭാരങ്ങൾ മാറുമോ, നിങ്ങളുടെ കഷ്ടതകൾ മാറുമോ, നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മാറുമോ എന്നൊക്കെ ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 സംഖ്യകളാണ്. ഈ 2 സംഖ്യകളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഖ്യ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ സംഖ്യ 7ഉം രണ്ടാമത്തെ സംഖ്യ 14ഉം ആകുന്നു. ഈ 2 സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും ഫലം നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും. ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ 7 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെ ഞെരുക്കങ്ങളോടും ഭാരങ്ങളോടും കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. സന്തോഷമോ സമാധാനമോ ഒക്കെ നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിലും അതിനൊന്നും കഴിയാതെ ഭയപ്പെടുന്ന ഒരവസ്ഥ. കണ്ണുനീരല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. സന്തോഷിക്കുവാനോ ഒന്ന് ആശ്വസിക്കുവാനോ സമാധാനപ്പെടുവാനോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനോ ഒന്നും കഴിയാതെ പോകുന്ന അവസ്ഥ. ധാരാളം പറ്റിക്കപ്പെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന ഒരു വസ്തുതയാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഏൽക്കുന്ന അപമാനങ്ങൾ, അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ലഭിച്ച തിരിച്ചടികൾ. ഇതൊക്കെ ഒരുപാട് നിങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ നിറയ്ക്കുന്നു. കടഭാരമുണ്ട്, കണ്ണുനീരിൻ്റെ അനുഭവമുണ്ട്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഏൽക്കുന്ന ഒരുപാട് മോശകരമായ അനുഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉപജീവന മാർഗമാണ്. സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സ്വന്തം ഭവനത്തെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു സന്തുഷ്ടകരമായ ജീവിതത്തെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും ആ ഒരു ജീവിതം ലഭ്യമാകാതെ പല വെല്ലുവിളികൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾക്കൊരല്പം സമാധാനം കിട്ടുക, എവിടെ നിന്നാണ് ഒരല്പം സന്തോഷം കിട്ടുക എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. പലപ്പോഴും അന്നുള്ള ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ പട്ടിണി കിടക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒത്തിരി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പല തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് നിങ്ങളുടെ മേൽ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ അടിച്ചേൽപ്പിക്കുകയും ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ചുറ്റുമുള്ളത്. അപ്പോഴും നിങ്ങൾ ഈശ്വരശക്തി എന്ന മഹാദാനത്തെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ എല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും. എവിടെയൊക്കെയാണോ നിങ്ങൾ പരാജയപ്പെട്ടു പോയത് അവിടെ നിന്നൊക്കെ ഒരു ഉയർച്ച നിങ്ങൾക്ക് സാധ്യമാകുമെന്നതിനും യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഈ ഒന്നാമത്തെ ചിത്രമായ 7 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ 74 ദിവസത്തിനകം വളരെ ഫലപ്രദമായ ഒരനുഗ്രഹം കടന്നു വരും. പലപ്പോഴും പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പല ചിന്തകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഈശ്വരശക്തി ഒന്നുകൊണ്ട് മാത്രം പല ജീവിതങ്ങളെയും പിടിച്ചു നിർത്തുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വിശ്വസിക്കുക. ഈശ്വരാനുഗ്രഹത്താൽ ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ചിത്രമായ 14 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കുഴപ്പമൊന്നുമില്ലാത്ത കുറച്ചധികം സന്തോഷങ്ങളും സമാധാനങ്ങളുമുള്ള ഒരു ജീവിതമൊക്കെ തന്നെയാണ് നിങ്ങളുടേത്. എന്നിരുന്നാലും ധാരാളം പഴികൾക്കും
രോഗബാധിതകൾക്കുമൊക്കെ ഒരു പാത്രമായി മാറുന്നൊരവസ്ഥകൾ. സ്വന്തമായി ഒന്നുമില്ല, ഒരു ഭവനമില്ല, സന്താനഭാഗ്യം ലഭിക്കുവാനായിട്ട് കണ്ണുനീരൊഴുക്കുന്നു. അപ്പോഴും ആർക്കും പരിഭവമോ പരാതിയോ ഒന്നും, ആരോടും പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ ജീവിക്കുന്ന വ്യക്തികൾ. ഉള്ളതെന്താണോ അതിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതം അത്രത്തോളം പ്രയാസപ്പെട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ജീവിതം അത്രത്തോളം കണ്ണുനീരായിരിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഒരിക്കലും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതം വഴിമാറിപ്പോവുകയില്ല. അത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും പല വെല്ലുവിളികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, പല എതിർപ്പുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈശ്വര ശക്തി നിങ്ങളെ കൈവിടാതെ ഇപ്പോഴും തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നല്ല നിമിഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും. ഒരുപാട് ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സർവേശ്വരൻ നിങ്ങളെ സഹായിക്കും. പലപ്പോഴും പല സാഹചര്യത്തിലും വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആർക്കാണ് പിഴച്ചു പോയത് എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വേണ്ട. വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുക. ജീവിതത്തിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ കൈവിടാത്ത ഒരാൾ നിങ്ങളോടൊപ്പമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ പല വെല്ലുവിളികളും സംഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മരുമക്കളിൽ നിന്നോ അല്ലെങ്കിൽ അമ്മായിയമ്മമാരിൽ നിന്നോ അങ്ങനെ തുടങ്ങി മാതാപിതാക്കളിൽ തുടങ്ങി മക്കളിൽ നിന്നോ ഒക്കെ വലിയ ക്രൂരതകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സമാധാനപരമായിട്ട് കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത തരത്തിൽ ഭാരങ്ങളും നെടുവീർപ്പിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈശ്വര കൈകൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കാം. അവർക്കൊക്കെ ഒരു വലിയ ആശ്വാസമാണ്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്തി അതുപോലെ ഉയർച്ചകൾ തേടിയെത്തി വന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരിക്കലും പ്രയാസപ്പെടരുത്, ഒരിക്കലും ഭാരപ്പെടരുത്. ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ ഒരുപാട് നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതെല്ലാം ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് മാറ്റി നിർത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ ഒത്തിരി നന്മകൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.